നമസ്കാരം മഹാത്മാക്കളെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അത് ധനസമ്പാദനമാണോ അതോ കർമ്മത്തിലെ പൂർണ്ണതയാണോ? കർമ്മം ചെയ്യാതെ കണ്ട് ധനം ഉണ്ടാകുകയില്ല, അത് സത്യമാണ് അല്ലേ? അപ്പോൾ ഈ ധനത്തിന് വേണ്ടി കർമ്മം ചെയ്തേ മതിയാവൂ. ഇതെല്ലാം സത്യമായ കാര്യങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ഈ ഭൗതിക ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ പണവും കൂടെ കൂടിയേ തീരൂ. ഞാൻ പറഞ്ഞൊരു ഇതെന്താണെന്ന് വെച്ചാൽ പണവും കൂടെ കൂടിയേ തീരൂ. എന്നാൽ പണം മാത്രമല്ല മനുഷ്യന് ശാന്തി നൽകുന്നത്. അത് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിന്നും ജ്ഞാനോദയം നേടിപ്പോയ മഹാത്മാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജഗദീശ്വരനെ ഇഷ്ടപ്പെടുന്നത് ഏവരും, എല്ലാ മനുഷ്യരും, എൻലൈറ്റ്മെൻറ്റ് നേടിയ വ്യക്തികളാവട്ടെ എൻലൈറ്റ്മെൻറ്റ് നേടാത്ത വ്യക്തികളാവട്ടെ, ആരാണെങ്കിലും ജഗദീശ്വരൻ്റെ കണ്ണിൽ ഒരുപോലെയാണ്. പക്ഷേ എൻലൈറ്റ്മെൻറ്റ് നേടിയ വ്യക്തികൾക്ക് അതിൻ്റേതായ പോസിറ്റിവിറ്റി ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എൻലൈറ്റ്മെൻറ്റ് നേടാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും മായയുടെ ലോകത്തിൽപ്പെട്ട് ഉഴലുന്നവരാണ്. അപ്പോൾ രണ്ട് വിഭാഗം തന്നെയാണത്, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ആർക്കാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ത് വേണം? ഒരു ഘടകം പണം കൂടിയാണ് അല്ലേ? പണത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ജീവിക്കാനും സാധിക്കില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഭൂമിയിലെ ഒരു എനർജി, നല്ലൊരു എനർജിയാണ് പണം എന്ന് പറയുന്നത്. അതിനെ ദുരുപയോഗം ചെയ്താൽ അത് പൊട്ട എനർജിയായി മാറും, നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ അത് നല്ല എനർജി തന്നെയാണ്. സോ ബേസിക്കലി പണം എന്ന് പറഞ്ഞാൽ നല്ലൊരു എനർജി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പണം നമുക്ക് ലഭിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കർമ്മം ചെയ്തേ മതിയാവൂ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കർമ്മം ചെയ്യാതെ തന്നെ പണമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എങ്ങനെ? ചെറിയ ചെറിയ വിദ്യകൾ അറിയാം, പലർക്കും അറിയാം, അത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യാതെ ധനമുണ്ടാക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അത് കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായൊരു തൊഴിൽ, അല്ലെങ്കിൽ കൃത്യമായൊരു ബിസിനസ്, അല്ലെങ്കിൽ കൃത്യമായൊരു പ്രൊഫഷൻ, ഇതൊക്കെയാണല്ലോ കർമ്മത്തിൻ്റെ ഭാഷകൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാതെ തന്നെ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കുറേയധികം വ്യക്തികളുണ്ട്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൽ നിന്നെല്ലാം അങ്ങനെ കൃത്യമായിട്ട് കർമ്മം ചെയ്യാതെ പണം അവർക്ക് ലഭിച്ചിരിക്കാം. പക്ഷേ അതൊന്നും ശാശ്വതമായിട്ട് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ള സത്യം അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും അന്ന് കിട്ടിയതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ, അത് കുറേ ധനം ഒറ്റയടിക്ക് കിട്ടിയതിൻ്റെ ധനം കിട്ടിയതിൻ്റെ സുഖം, ആ സുഖത്തിൽ തന്നെ വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും മനുഷ്യൻ അതേ വഴിയിലേക്ക് പോകുന്നുണ്ടാകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ ഗാംബ്ലിംഗ് ബിസിനസ്സുകൾ, ഓൺലൈൻ ഗാംബ്ലിംഗ് ബിസിനസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ട്രേഡിങ്ങുകൾ അല്ലേ. നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് ഫോറക്സ് ട്രേഡിങ്, ഷെയർ മാർക്കറ്റിംഗ്, ഫോറക്സ് ട്രേഡിങ്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ കുറേ ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോൺസിൽ കാണാൻ പറ്റും അല്ല. ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ ധാരാളം കണ്ടിരിക്കും. വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് തരുന്ന പരസ്യങ്ങൾ. അത് ഞാൻ ഏതാണെന്ന് പറയുന്നില്ല. ഗാംബ്ലിംഗ് ഗെയിമുകൾ ഇഷ്ടം പോലെയുണ്ട്, ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കർമ്മമാണോ? ഇത്തരം കർമ്മത്തെ ദൈവം അനുകൂലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആദ്യം മനസ്സിലാക്കുക, ഇത്തരം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതുപോലെ പല കർമ്മങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ശരീരമനങ്ങാതെ ഇരുന്നിട്ട്, ശരീരമനങ്ങുന്നത് മാത്രമല്ല, അതിനൊരു രീതി ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ചില നമ്മളിപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഉഡായിപ്പ് ലെവലിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ശരിയായിരിക്കാം, അവർ പറയും അത് ഇത് ഉഡായിപ്പൊന്നുമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്തരം പണങ്ങളൊന്നും നിലനിൽക്കില്ല, ഇതിനെ ദൈവം സപ്പോർട്ട് ചെയ്യുകയില്ല. പ്രത്യേകിച്ച് ഇത് സത്യയുഗമാണ്. സത്യയുഗത്തിൽ നിങ്ങൾ യഥാർത്ഥ കർമ്മം ചെയ്ത് മുന്നോട്ട് പോയി സത്യസന്ധമായി ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായ പണം ദൈവം നൽകുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്തിനാണ്? നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ക്വാളിറ്റിക്കാണ്. കർമ്മത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മത്തിൻ്റെ ക്വാളിറ്റി സത്യസന്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന ധനം. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് പിടിച്ച് പറിക്കാതെയും പല രീതിയിലുള്ള വേറെ രീതികൾ, ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇനി സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ.
പാവപ്പെട്ടവൻ്റെ പേര് പറഞ്ഞ് പണം സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട് പല രൂപത്തിലും. ഭക്തിയുടെ പേര് പറഞ്ഞ് പണം ധാരാളം വാരി കൂട്ടുന്ന വ്യക്തികളുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് പണം വാരി കൂട്ടുന്ന വ്യക്തികളുണ്ട്. മനസ്സിലാവുണ്ടോ? സമാധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാരി കൂട്ടുന്ന വ്യക്തികളുണ്ട്. ആത്മീയത തന്നെ വിറ്റ് 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 കച്ചവടമാക്കി ധാരാളം കോടിക്കണക്കിന് റുപ്യ ഉണ്ടാക്കുന്ന പണസമ്പാദന രീതികളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗം മാത്രമാണ്. ഇതിലും വലിയ സംഭവങ്ങൾ വേറെയുണ്ട്. മയക്കുമരുന്ന്, മയക്കുമരുന്ന് വിൽപ്പന, അനധികൃതമായ മദ്യവിൽപ്പന, ഇങ്ങനെയുള്ള പലതരത്തിലുമുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ കൂടുതലുണ്ട്. നിരനിരായി കിടക്കുകയാണ് ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും കൂടുതൽ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതാത് മേഖലയിൽ പണം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഉള്ളിൽ കൊള്ളും. അവർക്ക് എന്നോട് ദേഷ്യം തോന്നും. പക്ഷേ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. എല്ലാവരും നന്നാവണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും അത്തരത്തിൽ രീതിയിൽ പോകണമെന്ന് ആഗ്രഹം തോന്നുന്നെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് യഥാർത്ഥ കർമ്മം, ഈശ്വരൻ നിനക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അതിൻ്റെ പാഷനാക്കി എടുക്കുക. അല്ലെങ്കിൽ നിന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ആ ഒരു കഴിവ് എന്താണ്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയി അതിൽ നീ കിങ് ആവാൻ നോക്കുക. നിനക്ക് ഇവിടുന്ന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഓരോ വ്യക്തിക്കും അവരവരുടെ പ്രൊഫഷനിൽ അവരുടെ പാഷനിൽ കിങ് ആവാൻ സാധിക്കുമെന്നുള്ളതിൽ 100%. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് ധനം, അതിൽ കൂടുതലൊന്നുമല്ല എന്നുള്ള ആ ചിന്തയിൽ ജീവിച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം മണി മാനേജ്മെൻറ്റോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അതല്ല എനിക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, പണം തന്നെയാണ് ശരണം, വേറെ ഒന്നുമില്ല ശരണം എന്ന് വിചാരിച്ചിട്ട് പണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങൾ തകരും. ആദ്യം തകർന്ന എന്തായിരിക്കും? കുടുംബ ബന്ധങ്ങളായിരിക്കും തകരുക. മനസ്സിലാവുണ്ടോ? സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും നല്ലതൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ നന്മ തരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഒരുത്തിനെ എങ്ങനെ ചവിട്ടി കൂട്ടാം അല്ലേ, എങ്ങനെ അവനെ ദ്രോഹിച്ചുകൊണ്ട് അവൻ്റെ പണം കൂടി അടിച്ചു മാറ്റിയിട്ട് കുറേ കാലം സുഖമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മായയിൽപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പോൾ അത് രാജ്യങ്ങളുടെ കാര്യത്തിലാവട്ടെ, മനുഷ്യർ തമ്മിലുള്ള കാര്യങ്ങളാവട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാവുള്ളൂ. ഇവിടെ കാണുന്ന ന്യൂസുകൾ കേട്ടാൽ തന്നെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് കൊള്ളരുതായ്മയും ചെയ്യും ധനത്തിന് വേണ്ടി. അങ്ങനെ പോകുന്നവരുടെ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശവും ഒരു വാണിങ്ങും കൂടിയാണ്. ഇനിയെല്ലാം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ജഗദീശ്വരൻ അത് അനുവദിച്ച് തരികയില്ല നിങ്ങൾക്കാർക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നടത്തും. പിന്നീട് അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്തരം രീതിയിൽ പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കും. ആ പാഷൻ്റെ കൂടെ നിങ്ങൾ പോവുക. അതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിക്കാം നിങ്ങൾക്ക്. മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് സകലവും ഉപേക്ഷിച്ച് നിങ്ങൾ ആ പാഷനിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നിങ്ങളതിൽ വിജയിക്കും എന്ന് മാത്രമല്ല അതിൽ നിങ്ങൾ കിങ്ങായി മാറും. അതിലൂടെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ധനം ആവശ്യത്തിലധികം നിങ്ങൾക്ക് വന്നു ചേരും. ആ ധനം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുകയില്ല. ആ ധനം നിങ്ങളെ കൂടെ നിൽക്കുകയുള്ളൂ. മനസ്സിലാവുന്നു? അതാണ് യഥാർത്ഥ ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ധനത്തിൻ്റെ പ്രാധാന്യം വളരെയധികം ഉണ്ട് ഈ സമൂഹത്തിൽ. ആ ധനം നേടുന്ന അവസ്ഥ, ആ നേടുന്ന രീതിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ നമ്മൾ തെറ്റ് വരുത്തരുത്. തെറ്റ് അൺഎത്തിക്കലായിട്ട് നമ്മൾ ധനമുണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നിലനിൽക്കില്ല. ഇത് മുൻപ് വന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആൾക്കാരുടെ ആ ധനക്കൊതി കൊണ്ട് അദ്ദേഹം കൂടുതൽ ഇത്തരം മാർഗങ്ങളിലൂടെയാണ് കൂടുതൽ പോകുന്നത്. ഇന്ന് ധാരാളമുണ്ട് ഇത്തരം കാര്യങ്ങൾ, കുറച്ചൊന്നുമല്ല, ധാരാളമുണ്ട് ഇത്തരം ഉടായ്പോട് കൂടിയിട്ട് പണം സമ്പാദനം നടത്തുന്നത്. അതിനൊക്കെ ന്യായീകരിക്കാനുള്ള പല തത്വങ്ങളും ആ സമ്പാദിക്കുന്നവർ പറയുന്നുമുണ്ട്. പക്ഷേ മഹാത്മാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഇത് നിലനിൽക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പോലും അതിനെ അവിടെ വെച്ച് കട്ട് ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള എനർജികൾ ഇപ്പോൾ രൂപീകൃതമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്ത് ധനസമ്പാദനം നേടുക. പിന്നെ കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ ചിന്തിക്കണം, എൻ്റെ കർമ്മം മാത്രമല്ല അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ കൂടിയുണ്ട്, അവരോടുള്ള കർമ്മങ്ങളും ചെയ്യണം. കുടുംബത്തെയും കൂടി നല്ല രീതിയിൽ നോക്കണം. കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. അത് അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിലും എല്ലാവരോടും ഉള്ള ആ മനസ്സ് തുറന്നുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ഇതിലൂടെയൊക്കെ തന്നെയായിരിക്കണം നിങ്ങളിലേക്ക് ധനത്തിൻ്റെ വർധന ഉണ്ടാവുക. പ്രത്യേകിച്ച് സ്ത്രീയെ ബഹുമാനിക്കാൻ പുരുഷൻ പഠിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളെ ബഹുമാനിക്കാനായിട്ട് പുരുഷൻ പഠിക്കേണ്ടതുണ്ട്. പുരുഷനിലേക്ക് ധാരാളം ധനം വരണമെങ്കിൽ സ്ത്രീയെ ദേവതയായി തന്നെ കാണണം. അത് യാതൊരു സംശയവുമില്ല.
തുടക്കം മുതലേ നിങ്ങളങ്ങനെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ആ ദേവതാ സങ്കല്പത്തിൽ നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങളിലേക്ക് ധനം ഒഴുകുന്നതിന് ഒരു കൈയും കണക്കുണ്ടാവുകയില്ല. മനസ്സിലായി? അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അല്ലാതെ കണ്ട് പുറത്തേക്ക് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? സ്ത്രീയുടെ കണ്ണുനീര് വീഴാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ കണ്ണുനീര് എങ്ങനെ വീഴാൻ പാടില്ല? സന്തോഷത്തിൻ്റെ കണ്ണുനീര് വീഴാം, പക്ഷേ അവളെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഒരു കണ്ണുനീര് നിങ്ങളിലേക്ക് വീണാൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കർമ്മത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ചെയ്യുന്ന കർമ്മം കൃത്യമാണോ, അതിൽ നിന്ന് കിട്ടുന്ന ധനം അപ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഉൾബോധം തെളിയേണ്ടതുണ്ട്. ഉൾബോധം തെളിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവുകളൊക്കെ പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എൻലൈറ്റ്മെൻ്റ് ആയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും ക്ലാരിറ്റി കിട്ടിയ ആൾക്കാരാണ് നിങ്ങൾ ആത്മാവിൽ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.